മാറ്റത്തൂരിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ കാവലായി കോൺഗ്രസ് നിലകൊള്ളുമ്പോൾ അധികാരത്തിന് വേണ്ടി നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്ന സിപിഐഎം ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ ബി.ജെ.പി. നടത്തുന്ന ഗൂഢനീക്കങ്ങൾ മാറ്റത്തൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. വികസന വിഷയങ്ങളിൽ മറുപടി പറയാനില്ലാത്ത ഭരണസമിതി അധികാരം നിലനിർത്താൻ കുറുക്കു വഴികൾ തേടുന്ന സിപിഎമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് കോൺഗ്രസിനെതിരെ തൊടുക്കുന്ന ഈ അമ്പുകൾ. കേവലം 3-4 പേരെ വെച്ച് വിലയിടാനാകുന്നതല്ല കോൺഗ്രസ് രാഷ്ട്രീയമെന്ന് സിപിഐഎം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. മാറ്റത്തൂരിൽ സ്ഥാനാർത്ഥികൾ ബി.ജെ.പിക്കൊപ്പം നിന്നതോടെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ താമരയാണ് വിരിയുന്നത് എന്ന ക്യാമ്പയിൻ സിപിഎം അങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ തങ്ങളാരും താമരയ്ക്കൊപ്പമല്ല എന്ന് അടിവരയിടുന്ന നേതാക്കന്മാരെയാണ് പിന്നീട് കണ്ടത്. മാറ്റത്തൂർ പഞ്ചായത്തിലെ കൂറുമാറ്റ വിവാദത്തിൽ പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട അംഗങ്ങളും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രനും എത്തിയതോടെയാണ് സിപിഎമ്മിന്റെ അടിത്തറയിലെ അവസാനത്തെ ആണി പിഴുതെറിക്കപ്പെട്ടത്. ബി.ജെ.പിയുമായി സഖ്യം ചേരാൻ പാടില്ല എന്നും പാർട്ടി നേതൃത്വം പറഞ്ഞത് അറിയില്ല എന്നും ആരും ബി.ജെ.പിയിൽ ചേരില്ല എന്നും അംഗങ്ങൾ തറപ്പിച്ചു പറയുകയായിരുന്നു. കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത KR ഔസേപ്പിനെ സിപിഎം വിലക്കെടുക്കുകയായിരുന്നു. ഔസേപ്പ് കാലം മാറുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇതോടെയാണ് കോൺഗ്രസ് ടെസി കല്ലർക്കലിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത്. സിപിഐഎമ്മിനുടെ വൈരാഗ്യത്തിലായിരുന്നു ബി.ജെ.പിക്ക് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്തത് എന്നാണ് വിശദീകരണം നൽകിയത്. എന്തുകൊണ്ട് സിപിഐഎമ്മിനോട് കോൺഗ്രസിന് വൈരാഗ്യമെന്ന് ചോദിച്ചാൽ മാറ്റത്തൂർ പഞ്ചായത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് അധ്വാനിക്കുന്ന കർഷകരുടെയും കുടിയേറ്റക്കാരുടെയും പോരാട്ട വീര്യത്തിന്റെ കഥ കൂടിയാണ്. എന്നാൽ ഇന്ന് ചരിത്രത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന രീതിയിലാണ് സിപിഐഎം നടത്തുന്ന കുതുകാൽവെട്ട് രാഷ്ട്രീയം. 1953 രൂപീകൃതമായ ഈ പഞ്ചായത്തിൽ പലപ്പോഴും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളാണ് ജനങ്ങൾ സ്വീകരിക്കാറ്. എന്നാൽ ജനവിധി തങ്ങൾക്കെതിരാകുന്ന നിമിഷത്തിൽ പിൻവാതിലിലൂടെ അധികാരം പിടിക്കാൻ സിപിഎം നടത്തുന്ന ശ്രമങ്ങൾ മാറ്റത്തൂരിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേരാത്തതാണ്. പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളുടെ വികസനം ഇപ്പോഴും കടലാസിൽ മാത്രമാണ്. ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല. അധികാരത്തിനു വേണ്ടി ആദർശങ്ങൾ പണയം വെക്കുന്ന സിപിഐഎം ശൈലി പഞ്ചായത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നു. UDF ജനപ്രതിനിധികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് വഴി വോട്ടർമാരുടെ ആത്മാഭിമാനത്തെയാണ് ഭരണസമിതി ചോദ്യം ചെയ്യാൻ പലപ്പോഴും ശ്രമിച്ചത്. തിരഞ്ഞെടുപ്പിൽ നേരിട്ട് ജയിക്കാൻ കഴിയാത്തിടത്ത് ജനപ്രതിനിധികളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കൂറുമാറ്റുന്നത് സിപിഎമ്മിന്റെ സ്ഥിരം ശൈലിയായി മാറിയിരുന്നു. മാറ്റത്തൂരിലെ സാധാരണക്കാരായ വോട്ടർമാരെ വിഡ്ഢികളാക്കുന്ന ഈ നീക്കം രാഷ്ട്രീയ മര്യാദകളുടെ ലംഘനമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മാറ്റത്തിന്റെ കാറ്റ് വീശാനായി കോൺഗ്രസ് അങ്ങനെയൊരു നിലപാട് എടുക്കുന്നത്. അതിനെയാണ് വക്രീകരിച്ച കോൺഗ്രസ് ബി.ജെ.പി. ബന്ധമാക്കി മാറ്റി സീരിയൽ കഥ മെനയാൻ സിപിഎം പടാപാടുപെട്ടത്. പക്ഷേ തങ്ങൾ ബി.ജെ.പിയിലേക്ക് പോകില്ല എന്നും ഇത് ജനങ്ങൾക്ക് വേണ്ടിയെടുത്ത നിലപാടാണെന്നും നേതാക്കന്മാര് കടുത്ത നിലപാടെടുത്തു കഴിഞ്ഞ് സിപിഎമ്മിനെ ഞെട്ടിച്ചു. കൂറുമാറ്റ വിവാദത്തിൽ സിപിഎം പുലർത്തുന്ന ഇരട്ടത്താപ്പിനെ വരും ദിവസങ്ങളിൽ വാർഡ് തലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. തങ്ങളെ വഞ്ചിച്ച ജനപ്രതിനിധികൾക്കെതിരെ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പോരാടുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. മാറ്റത്തൂരിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ കാവലാളായി കോൺഗ്രസ് നിലകൊള്ളുമ്പോൾ അധികാരത്തിന് വേണ്ടി നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്ന സിപിഐഎം ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്.